ശ്രീമദ് ഭാഗവതത്തിലെ നേരത്തെ കുന്തി സ്തുതി നമ്മൾ കണ്ടു. അപ്പോൾ കുന്തി സ്തുതിയിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യന് ജന്മം കൊണ്ട് തന്നെ കിട്ടിയിരിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, ഉള്ളിൻ്റെ ഉള്ളിലുള്ള മനസ്സിലുള്ള സ്വാതന്ത്ര്യം. എന്തുണ്ട് സ്വാതന്ത്ര്യം. എന്താണ് ഈ സ്വാതന്ത്ര്യം? എന്ത് ചിന്തിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതായത് ഒരു ചിന്തകളാലും നമ്മൾ ബന്ധിതരല്ല. ഉണ്ടോ സ്വാതന്ത്ര്യം? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എന്തും ചിന്തിക്കുവാനുള്ള ഒരു ഫ്രീഡം, സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ? സ്വയം ചിന്തിക്കൂ നിങ്ങൾ. ഉണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ബോധസ്വാതന്ത്ര്യം. എന്ത് സ്വാതന്ത്ര്യം? ബോധസ്വാതന്ത്ര്യം. അപ്പോൾ ഒരു സ്വതന്ത്രമായ ബോധം നമ്മളിലുള്ളത് കൊണ്ടാണ് നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മളിലെ ബോധം ഒരു ചിന്തയിലും ബന്ധിതമല്ല. നമ്മളിലെ ബോധം ഒരു ചിന്തയിലും ബന്ധിതമല്ല. ഈ അറിവ് നമ്മളിൽ ഉണ്ടാവണം. ഇതാണ് ജ്ഞാനം. എന്താണ് ജ്ഞാനം? എന്നിലെ ബോധം ഒരു ചിന്തയിലും ബന്ധിതമല്ല. ഏതെങ്കിലും ബന്ധിതാണോ? നിങ്ങൾ നോക്കൂ. ഞാൻ പറയുന്നത് വെറുതെ ബ്ലൈൻഡ്ലി എടുക്കരുത്. അത് ബന്ധിതമാണോ? കുരുങ്ങിക്കിടക്കുകയാണോ? അല്ല. അപ്പം തന്നെ നമുക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തണം. അപ്പം അവിടെ ഒരു നിരന്തരമായ പരിശീലനം വേണം, പ്രയത്നം വേണം. ഈ പ്രയത്നത്തിൻ്റെ പേരാണ്, നമ്മൾ നിരന്തരമായ പരിശീലനത്തിൻ്റെ പേരാണ് ഭക്തി എന്ന് പറയുന്നത്. പലപ്പോഴും ഭക്തി എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിച്ച വാക്കാണ്. ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴുത് നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ നിരന്തരമായ ജപമാണ് ഭക്തി. എന്താണ് ഭക്തി? അവിടെ ഒരു വാക്കുകൂടെ ചേർക്കേണ്ടതുണ്ട്. എന്താണത്? നിരന്തരമായ ജപം എന്ന് പറഞ്ഞാൽ അപ്പോഴൊരു പ്രശ്നമുണ്ട്. നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? നിരന്തരമായി നമ്മൾ ജപിക്കുമ്പോഴും മനസ്സ് വേണ്ടാത്തത് ചിന്തിക്കും. അതായത് നമ്മൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ജപിക്കുമ്പോൾ ഏകാഗ്രത ഇല്ല എന്ന് പറഞ്ഞാൽ ജപിക്കുമ്പോൾ മനസ്സ് എന്ത് ചെയ്യണോ? നാമം ജപിക്കുന്ന സമയത്ത് മനസ്സ് കൂടെ പറയണം നിങ്ങൾ. എന്താ സംഭവിക്കുക? മനസ്സ് പലതിലേക്കും പോകുന്നു, അല്ലേ? ആണോ? ആ സമയത്തായിരിക്കും നമ്മൾ വല്ലതും മറന്നുപോയിട്ടുള്ള ഒക്കെ ഓർമ്മ വരിക. കുട്ടിക്കാലത്തുള്ള കാര്യങ്ങൾ, സുഹൃത്തുക്കളെക്കുറിച്ചുള്ള ഓർമ്മകൾ, കല്യാണത്തിന് പങ്കെടുത്ത ഓർമ്മകൾ, ആണോ? അല്ലെങ്കിൽ പണ്ടെങ്ങാനും വാങ്ങിച്ച ഡ്രസ്സ് ഉടുക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർമ്മകൾ, എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പണ്ടത്തെ പായസത്തിൻ്റെ ഓർമ്മ, എല്ലാ കാര്യങ്ങളും ഓർക്കുന്നത് എപ്പോഴാ? നാമം ചൊല്ലുമ്പോൾ ഓർമ്മ വരും. ഇന്ന് വരെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല, അല്ല സ്വാമി, ഞങ്ങൾ സീരിയൽ കാണുമ്പോൾ ഞങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടണില്ല എന്ന്. സീരിയൽ കാണുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടാത്ത പ്രശ്നം ഇന്ന് വരെ ആർക്കും ഉണ്ടായിട്ടില്ല. അതിനർത്ഥം സീരിയൽ കാണുമ്പോൾ മനസ്സ് പൂർണ്ണമായി ഏതിലുണ്ട്? സീരിയലുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ട് എന്താ അറിയില്ല, സീരിയൽ കാണുമ്പോൾ മനസ്സ് പലതിലേക്കും പോകണമെന്ന്. ആ പ്രശ്നം ആർക്കും ഇല്ല. എല്ലാവർക്കും മനസ്സ് പലതിലേക്കും പോകുന്നത് എപ്പോഴാ? നാമം ചൊല്ലാൻ പോകുമ്പോൾ തൊട്ടങ്ങുമ്പോൾ മനസ്സ് ഓടാൻ തുടങ്ങി. അത് നിങ്ങൾക്ക് കുറച്ചൊരു ബൈഹാർട്ടും കൂടിയാണ് കാര്യം എന്നുണ്ടെങ്കിൽ, നിങ്ങളാണ്ട് തുടങ്ങുമ്പോഴേക്കും മനസ്സ് പോയി കാണും. പിന്നെ മനസ്സിനെ പിടിച്ചാൽ കിട്ടുന്നില്ല. അപ്പം അതിനെന്താണ് കാരണം? അതിനുള്ള കാരണം പലതുമാണ്. എങ്കിലും ഭക്തി എന്ന് പറയുന്നത്, അതിൻ്റെ പേരാണ് അനന്യമായ ജപം എന്ന്. എന്താ അനന്യമായ ജപം എന്ന് പറഞ്ഞാൽ? അന്യചിന്ത കൂടാതെ
നാമത്തിൽ തന്നെ മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ആ ഒരു ജപത്തിൻ്റെ പേരാണ് ഭക്തി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഭക്തി? അനന്യജപത്തെ വിളിക്കുന്ന പേരാണ്. അത് അനന്യജപം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യചിന്ത കൂടാതെയുള്ള ജപം. ഏതാണ്? അന്യചിന്ത വരാതെയുള്ളൊരു ജപം. ഇത് നമ്മൾ പരിശീലിച്ചെടുക്കണം. അതെങ്ങനെ പരിശീലിക്കുക എന്നുള്ളത് നമുക്ക് സപ്താഹത്തിൻ്റെ മറ്റ് ദിവസങ്ങളെ കൊണ്ട് മനസ്സിലാവും ഇതെങ്ങനെ പറ്റും എന്നുള്ളത്. പക്ഷെ ഇങ്ങനെയൊരു കാര്യം കൈവരിച്ചാലേ ഭക്തിയാവുള്ളൂ. ഏത് കൈവരിച്ചാൽ? എപ്പോഴും ഓർക്കേണ്ട ഒരു വാക്കാണ് അനന്യജപം. ഏതാണ് വാക്ക്? അനന്യജപം. ഗീതയിൽ അങ്ങനെ ഒരു വാക്ക് കൃഷ്ണൻ അനവധി തവണ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലേ? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക് ഗീതയിൽ? അനന്യാചിന്തയന്തോ മാം, അനന്യാചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അവിടെയൊക്കെ കൃഷ്ണൻ ഉപയോഗിച്ചിരിക്കുന്ന അനന്യ എന്നൊരു വാക്കാണ്. അനന്യം എന്നുള്ളൊരു വാക്ക്. അത് അനന്യം എന്ന് പറഞ്ഞാൽ അന്യചിന്ത വരാതെ, അന്യചിന്ത കൂടാതെ, അന്യചിന്തയിലേക്ക് പോവാതെ, അതായത് ചെയ്യുന്നതിൽ പൂർണ്ണമായും മനസ്സ് ഉറപ്പിച്ച് നിർത്തി, ലയിപ്പിച്ച് നിർത്തി, അങ്ങനെ ചെയ്യുന്ന ഒരു ജപത്തിൻ്റെ പേരാണ് ഏത്? ഭക്തി. അങ്ങനെയുള്ള ഭക്തി ഉള്ളവർ വളരെ കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ? ഇപ്പം ഭഗവാൻ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ പറയാണ് അന്യചിന്ത കൂടാതെ ജപിക്കുന്നവരാണ് ഭക്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് ഭക്തരായിരിക്കും? നിങ്ങൾ കേട്ടതേ ഇല്ലേ ഞാൻ പറഞ്ഞത്? കേട്ടുവോ ഞാൻ പറഞ്ഞത്? കേട്ടുവോ ഞാൻ പറഞ്ഞത്? കൃഷ്ണൻ പറയുകയാണ് അന്യചിന്ത കൂടാതെ ജപിക്കുന്നവരാണ് എൻ്റെ ഭക്തരെന്ന് പറഞ്ഞാൽ എത്ര പേര് ഭക്തരായിരിക്കും? അങ്ങനെ ഒരു ബോർഡ് കൃഷ്ണൻ പറയുകയാണ് ഗുരുവായൂർ അമ്പലത്തിൽ വെക്കണമെന്ന്. അന്യചിന്ത കൂടാതെ ജപിക്കുന്നവരാണ് എൻ്റെ ഭക്തർ. അവരകത്തേക്ക് കയറിയാൽ മതി പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിലെ തിരക്കെന്തായിരിക്കും? ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. അപ്പം നമുക്കിപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോവുക, തൊഴുത്, പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ പ്രദക്ഷിണം വെച്ച് പോയാൽ നമ്മൾ പറയും ആൾ പരമഭക്തനാണ്. പോരാത്തതിന് ഒരു കുറി തൊട്ടാൽ പറയും ഭക്തനാണ്. 2 കുറി തൊട്ടാലോ, 3 കുറി തൊട്ടാൽ എന്താ പറയുക? അയ്യോ അയാളൊരു വലിയ ഭക്തനാണെന്ന് പറയും. ഇപ്പോൾ ഒരാളുടെ ഭക്തി ഇപ്പം നമ്മൾ കണക്കാക്കുന്നത് കുറിയും അങ്ങനെയൊക്കെയുള്ള വസ്ത്ര വേഷ രീതികളൊക്കെ വെച്ചുകൊണ്ടാണ്. ആണോ? കയ്യിലിരിപ്പ് വേറെ ഇരിക്കും, കുറിയൊക്കെ കയ്യിൽ മുഖത്തുണ്ടാവും. പക്ഷേ മനസ്സെന്ന് പറയുന്ന സാധനം ഈ പറയുന്ന കാര്യങ്ങളിൽ നിൽക്കുന്നില്ലെങ്കിൽ അതൊന്നൊരു ഭക്തിയായിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. അപ്പം ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അനന്യജപം ആണ് ഭക്തി. ഇത് മറക്കരുത് നിങ്ങൾ. എന്താണ് ഭക്തി? അനന്യജപം. അപ്പം അങ്ങനെ ശീലിച്ചെടുക്കണം. ഇത് നമ്മൾ കൈവരിച്ചെടുക്കണം. ഏത്? നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കൈവരിച്ചെടുക്കേണ്ട ഒന്നാണ് ഏത്? അനന്യജപം, ഭക്തി എന്നുള്ളത്. അപ്പം ശരിക്കും നിങ്ങൾ നോക്കൂ, ഇത്രയും കാലം നമ്മൾ അമ്പലത്തിലൊക്കെ പോയാലും നമുക്ക് ഈ ഭക്തി കൈവരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഈ ഒരു ഭക്തി കൈവരിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്താ ഇത് മിണ്ടാത്തത്? അപ്പം ഇപ്പോഴും നമ്മൾ ഭക്തരായിട്ടുണ്ടോ? ചിലർ നോക്ക്, ദൈവമേ പോയോ എൻ്റെ ഭക്തിയൊക്കെ എന്ന്. ഇത്രയും കാലം ഞാൻ ഈ അമ്പലത്തിലൊക്കെ പോയിട്ട് ഞാൻ ഈ കൈവരിച്ചിട്ടില്ലല്ലോ ഇതൊന്നും. അപ്പോൾ ഞാനൊന്നും ഭഗവാന്റെ ലിസ്റ്റിലേ ഇല്ല. സത്യമാണത്. അപ്പം നമ്മൾ ഈ ഒരു ഭക്തി കൈവരിക്കുമ്പോഴേ ശരിക്കും ആരാവുന്നുള്ളൂ? ഭക്തരാവുന്നുള്ളൂ. ഇത് കൈവരിക്കണം. ഇത് നമ്മുടെ മുന്നിലൊരു ലക്ഷ്യമാണ്. ഞാൻ അനന്യമായ ഒരു ഭക്തി കൈവരിക്കണം. അതെന്തിനാണത്? അനന്യമായ ഭക്തി കൈവരിക്കുമ്പോഴാണ്, ആ നാമത്തിൽ മനസ്സ് ലയിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഈശ്വരനെ ദർശിക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും. എന്ന് ഞാൻ പറഞ്ഞതല്ല. ഗീതയിൽ 11-ാമത് അധ്യായത്തിൽ 54-ാമത് ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, ഭക്ത്യാത്തു അനന്യയാ ശക്യ.
ഗീതാ പുസ്തകം ഉണ്ടോ കയ്യിൽ? ഈ ശ്ലോകം എടുക്കൂ നിങ്ങൾ. കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ഇത്തിരി അറിവോടെ, ബോധത്തോടെ, വ്യക്തതയോടെ ഒരു കാര്യം അനുഷ്ഠിച്ചാലുണ്ടല്ലോ, ആ ഒരു കാര്യം നമ്മളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. ഇപ്പം നിങ്ങൾ നോക്കൂ, നിങ്ങളൊക്കെ യാത്ര ചെയ്യും, ഒരുപക്ഷെ അമ്മമാർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയണത് മനസ്സിലാവില്ലായിരിക്കാം. കുറേ ഡ്രൈവ് ചെയ്യുന്ന ഭർത്താവോ അല്ലെങ്കിൽ ആളുകളൊക്കെ ആണെങ്കിൽ അപ്പം അവർക്കറിയാം, ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ എളുപ്പത്തിൽ നമ്മളൊക്കെ ചെയ്യുന്നത് ആ സ്ഥലത്തിൻ്റെ അഡ്രസ്സ് ഗൂഗിൾ മാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ആ മാപ്പ് നമ്മളെ അവിടെ എത്തിക്കും, അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പം നമ്മളൊക്കെ യാത്ര ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പം നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവരോട് പറയും കറണ്ട് ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്യൂ. അപ്പോൾ അവരേത് ലൊക്കേഷനാണ് എവിടെ വെച്ചാൽ അതൊന്ന് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ ആ ലൊക്കേഷൻ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആര് വഴി കാണിക്കും? എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങൾ കണ്ടില്ലേ, കാറിലും മൊബൈലിലൊക്കെ എല്ലാവരുടെ കയ്യിലും എന്തുണ്ട്? ഗൂഗിൾ മാപ്പുണ്ട്. ആ ഗൂഗിൾ മാപ്പിട്ട് നമുക്കങ്ങനെ യാത്ര ചെയ്യാം. ഈ മാപ്പ് നമുക്ക് വഴി കാണിക്കും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡ്രൈവ് ചെയ്താൽ മതി. എന്നതുപോലെ ഇപ്പോൾ ഗീത നമുക്കൊരു സ്പിരിച്വൽ മാപ്പാണ്. എന്താണ്? ഒരു സ്പിരിച്വൽ മാപ്പാണ്. നമ്മൾ ഗൂഗിൾ മാപ്പിട്ട് യാത്ര ചെയ്യുന്ന പോലെ മനസ്സിനെ നമ്മളൊരു സ്പിരിച്വൽ മാപ്പിട്ട് യാത്ര ചെയ്യിക്കുക. മറ്റൊന്ന് നമ്മൾ ശരീരം കൊണ്ട് യാത്ര ചെയ്യാണ്. എന്നാൽ ഗീത മനസ്സിൻ്റെ മാപ്പാണ്. ഏതിൻ്റെ? മനസ്സിൻ്റെ ഒരു മാപ്പാണ്. അപ്പം ഗീത പറയുന്ന പോലെ നമ്മൾ ജീവിതത്തെ കൊണ്ടു നടന്നാൽ, അനുഷ്ഠിച്ചാൽ ഗീത പറയുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതിനാണ് ഞാൻ നിങ്ങളോട് 11-ാം അധ്യായത്തിൽ 54-ാം ശ്ലോകം എടുക്കാൻ പറഞ്ഞത്. അപ്പം അവിടെ ഗീതയിൽ പറയുന്നുണ്ട്, ഭക്തിയാത്തു അനന്യയാ ശക്യ. ശ്രദ്ധിക്കണം, അനന്യയാ ഭക്തിയാ ശക്യ. ഏത് ഭക്തി കൊണ്ട്? ഈ പറയുന്നത് മനസ്സിലാവുമോ നിങ്ങൾക്ക്? അനന്യമായ ഭക്തി കൊണ്ട് ശക്യമാണ്. ശക്യം എന്ന് പറഞ്ഞാൽ സാധിക്കുന്നതാണ്. ഏത് ഭക്തി കൊണ്ട്? അനന്യമായ ഭക്തി കൊണ്ട് സാധിക്കും. എന്താണ് സാധിക്കുക? ശക്തിയ ഭക്തിയാത്തു അനന്യയാ ശക്യ അഹം അർജുന. എന്നെ, അഹം എന്ന് പറഞ്ഞാൽ എന്നെ, ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപാതാണ്. അപ്പം ഈ അനന്യമായ ഭക്തി കൊണ്ട് എന്നെ ജ്ഞാതും എന്ന് പറഞ്ഞാൽ ജ്ഞാനം, എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവ്. അപ്പം എന്നെ അറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഭക്തി അനന്യമാകും തോറും ആരെ അറിയാൻ പറ്റും? ആരെ അറിയാൻ പറ്റും? ഭഗവാനെ അറിയാം. അടുത്ത വരി എന്താ പറയുന്നത്? ദ്രഷ്ടും ച തത്വേന എന്ന് പറഞ്ഞാൽ, ദ്രഷ്ടും എന്ന് പറഞ്ഞാൽ ദൃശ്യം, ദൃഷ്ടും എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? കാണുക എന്നാണ് അർത്ഥം. അപ്പോൾ ഭഗവാൻ പറയുന്നു, അനന്യമായ ഭക്തി കൊണ്ട് അറിയാൻ സാധിക്കും. എന്താ രണ്ടാമത്തെ വാക്ക്? കാണാൻ സാധിക്കും. അവസാനം പ്രവേഷ്ടും ച പരന്തവ. പ്രവേഷ്ടും, ഗൃഹപ്രവേശം. ഗൃഹപ്രവേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൃഹത്തിനകത്തേക്ക് പ്രവേശിക്കുക, അതല്ലേ ഗൃഹപ്രവേശം. ഭഗവാൻ പറയുന്നു പ്രവേഷ്ടും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാനിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാനിലേക്ക് ലയിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനായി മാറാൻ സാധിക്കും. അപ്പം നോക്കൂ, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ആരാക്കി മാറ്റാൻ പറ്റുന്നതാണ്? ഭഗവാനാക്കി മാറ്റാൻ പറ്റും. അപ്പം ഭഗവാനാക്കി മാറ്റാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ മനസ്സ് ഭഗവാന്റെ ഒരു എന്തായിരിക്കണം? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഭഗവാനായി തീരുക, ഭഗവാനിൽ ലയിക്കണമെങ്കിൽ മനസ്സ് ഭഗവാന്റെ ഒരു ഭാഗമാവണം. അതിന് പറയാം അംശം എന്നാ പറയുക. എന്താണ്? അതുകൊണ്ട് ഗീതയിൽ കൃഷ്ണൻ പറയും, എല്ലാ മനസ്സുകളും എൻ്റെ അംശമാണ് അർജുനാണ്. ഗീതയിൽ 15-ാം അധ്യായത്തിൽ 7-ാം ശ്ലോകം എടുത്ത് നോക്കൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, നോക്കൂ, ഇതൊക്കെ മനസ്സിലാക്കിയാൽ ഇവിടെ ദുഃഖിക്കേണ്ട, വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ആളുകൾ വെറുതെ ദുഃഖിക്കുകയും വിഷമിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവരവരുടെ ജീവിതത്തെ മര്യാദയ്ക്ക് കൊണ്ട് നടക്കണില്ല. ഇത് ശരിക്കും നിങ്ങൾ ഉൾക്കൊണ്ട് അവിടെ ദുഃഖിക്കാനൊന്നുമില്ല. മനസ്സിലായില്ലേ?
അപ്പം നമ്മളെക്കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ മനസ്സ് എന്താണ്? 7-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഭഗവാൻ കാണുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താണ് ഗീതയിലെ 15-ാം അധ്യായത്തിൽ 7-ാം ശ്ലോകത്തിൽ പറയുന്നത്? ഒന്ന് ചൊല്ലൂ. നിങ്ങളതിൽ പുസ്തകവും ഇല്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നേരെയാവുക? നിങ്ങളതിനെ പറയൂ. നിങ്ങൾക്ക് നേരെയാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കിതാബൊക്കെ ഇല്ലാതെ ഇങ്ങനെയാണ് മനസ്സിലാവുക. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇത് മനസ്സിലാക്കണം എന്നുണ്ടോ? ഇപ്പോൾ ഒരു പുസ്തകമൊക്കെ കയ്യിൽ വയ്ക്കൂ. എന്താണ് ഗീതയിൽ പറയുന്നത്? അവർക്ക് പറയൂ. ഒന്നുകൂടി ചൊല്ലൂ. 15-ാം അധ്യായത്തിൽ 7 എന്താ പറയണത്? മമൈവ അംശോ ജീവലോകെ. ഇത്രയും മതി എനിക്ക്. എന്താ വാക്ക്? മമൈവ അംശോ ജീവലോകെ. എല്ലാ ജീവനും എന്ന് വെച്ചാൽ ജീവാത്മാക്കളും എൻ്റെ അംശമാണ്. ആരുടെ അംശമാണ്? അപ്പോൾ നോക്കൂ, ഈ ജീവൻ എന്ന് പറയുന്നത് മനസ്സ് ഉണർന്നു വരുമ്പോഴാണ് നമ്മൾ ജീവനുള്ളവരായിത്തീരുന്നത്. ഈ ജീവൻ എന്താണെന്ന് വിദേശികൾക്കറിയില്ല, പാശ്ചാത്യർക്ക്. സയൻസിനും അറിയില്ല എന്താ ജീവൻ. ജീവൻ പോയി നമ്മൾ പറയാറുണ്ട്. ഇപ്പം ജീവൻ പോയി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ ഇനി മനസ്സില്ല, മനസ്സ് വിട്ടുപോയി. അപ്പം നമ്മൾ ഈ ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസം എന്താണ്? മനസ്സും പ്രാണനും ചേർന്ന കൂട്ടിനെയാണ് എന്തു പറയുക? ജീവൻ എന്ന് പറയാം. കാരണം മരിച്ചൊരു വ്യക്തിയിൽ ജീവൻ പോയി എന്ന് പറഞ്ഞാൽ പ്രാണൻ്റെ സാന്നിധ്യവുമില്ല, മനസ്സിൻ്റെ സാന്നിധ്യവുമില്ല. അപ്പോഴാണ് നമ്മൾ എന്തു പോയി എന്ന് പറയുന്നത്? അവർക്ക് പറയൂ. നിങ്ങൾ എനിക്ക് ജീവനാണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? മനസ്സുകൊണ്ടല്ലേ പറയുന്നത്? ആണോ? ബോധമില്ലാതെ ആരെങ്കിലും പറയോ നിങ്ങൾ എനിക്ക് ജീവനാണെന്ന്? അപ്പം മനസ്സ് ഉണർന്നു വരുമ്പോഴേ എന്ത് പറയുള്ളൂ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? ജീവനാണെന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല. അപ്പം ജീവൻ എന്നത് മനസ്സും പ്രാണനും ചേർന്ന കൂട്ടിനെയാണെങ്കിൽ ഭഗവാൻ പറയുന്നു, ഈ മനസ്സെന്ന് പറയുന്ന ശക്തി എൻ്റെ അവർക്ക് പറയൂ അംശമാണ്. അപ്പം വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പം ഭഗവാന്റെ അംശമായ മനസ്സ് തിരിച്ച് ആരിലേക്ക് എത്തിച്ചേർക്കാം? ആരിലേക്ക് ലയിപ്പിക്കാം? ആരിലേക്ക് ഘടിപ്പിക്കാം? ആരിലേക്ക് കൂട്ടിച്ചേർക്കാം? ഈ ബോധം നമ്മളിലുണ്ടാവണം. ഏത് ബോധം? എൻ്റെ മനസ്സ് എൻ്റെ മനസ്സല്ല. എൻ്റെ മനസ്സ് എൻ്റെ മനസ്സല്ല. പിന്നെ ആരുടെ മനസ്സാണ്? നാട്ടുകാരുടെ മനസ്സാണോ? ആരുടെ മനസ്സാ? ഇത് ഭഗവാന്റെ മനസ്സാണ്. ഇത് തിരിച്ചെത്തിക്കേണ്ടതും ഭഗവാൻ. അപ്പം ഭഗവാൻ പറയണു, അനന്യമായ ജപം കൊണ്ട് എന്നെ കാണാം, എന്നെ അറിയാം, എന്നെ കാണാം, എന്നിലേക്ക് അവർക്ക് പറയൂ. അപ്പം ഇത്രയും സാധ്യതകൾ നമ്മുടെ മനസ്സിനുണ്ടെങ്കിൽ ഇത് പ്രയോജനപ്പെടുത്തുന്ന ഒരാൾക്ക് വല്ല ദുഃഖങ്ങളും ദുരിതങ്ങളും ബാധിക്കുമോ? അവർക്ക് പറയൂ നിങ്ങൾ. ഇല്ല. അപ്പം എന്തുകൊണ്ടാണ് ആളുകളെ ദുഃഖവും ദുരിതവും ബാധിക്കുന്നതിന് കാരണം? നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ, നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവിനെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ശക്തിയെ, നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവിനെ നമ്മൾ വേണ്ട വിധത്തിൽ അവർക്ക് പറയൂ പ്രയോജനപ്പെടുത്തുന്നില്ല. അപ്പം അവനവൻ്റെ ദുർബലതയാണ് അവനവൻ്റെ ദുരിതങ്ങൾക്ക് അവർക്ക് പറയൂ കാരണം. ഇതാണ് കൃഷ്ണൻ അർജുനനോടും പറഞ്ഞത്. ഒരാൾ ദുരിതം അനുഭവിക്കുന്നതിന് കാരണം ഗീതയിൽ ഗീത എടുക്കുക. ഇതാണ് ഗീത നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞത്. ഭഗവത്ഗീത പഠിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. നിങ്ങളൊരിക്കലും ദുരിതം അനുഭവിച്ച് ജീവിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ഉത്തരം കിട്ടും എന്തുകൊണ്ട് ദുരിതം അനുഭവിക്കണം. ചിലർ പറയും മക്കൾ നോക്കണില്ല, അവർ നോക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രശ്നം പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ ചെയർമാന്മാരാണ് എന്ന് വെച്ചാൽ ചെയറിൽ ഇരിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ചെയർമാന്മാരാക്കിയത്? നിങ്ങളുടെ മുട്ട് ശരിയല്ല ആണോ? നിങ്ങളെ പിടിച്ച് താഴെ ഇരുത്തി കഴിഞ്ഞാൽ ക്രെയിൻ കൊണ്ടുവരേണ്ടി വരും പൊക്കാൻ. മനസ്സിലായില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഇന്നിപ്പോൾ ആ യൂറോപ്യൻ ക്ലോസറ്റുള്ളതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടു പോയത്.
അതെങ്ങാനും ഇന്ത്യൻ ക്ലോസറ്റ് ആയിരുന്നെങ്കിൽ നിങ്ങളെ സമാധി ഇരുത്തേണ്ടി വരും അവിടെ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇന്നിപ്പോൾ ആരോഗ്യമൊന്നും നമുക്ക് ശരിയല്ല. കാല് പറഞ്ഞാൽ അനുസരിക്കില്ല, തല പറഞ്ഞാൽ അനുസരിക്കില്ല. ആകെ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്നത് വയറ് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു സ്പെയർ പാർട്സ് നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാത്തതായി. ആണോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ആണോ അല്ലയോ? ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു കുഴപ്പമില്ല, ബാക്കി എല്ലാ കാര്യത്തിലും നമ്മളോട് നടക്കാൻ പറ്റില്ല. അല്ല, ഒരു വടയും കൂടി ആവാൻ പറ്റുമോ? അതിലും വിരോധമില്ല. എന്നാൽ ചെയറിലിരിക്കാൻ പറ്റും, അയ്യോ. ചെയറിലല്ല, ചാടിയിരിക്കാൻ പറ്റും, അയ്യോ അതും പറ്റില്ല. അല്ലല്ല, അത് ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോൾ നമ്മൾ ശരീരമൊക്കെ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാത്തതായി. എന്നാൽ നമ്മൾ കരുതിയിരിക്കുന്ന എന്താണ്? ഇതൊക്കെയാണ് നമ്മുടെ ദുരിതം. വാസ്തവത്തിൽ ഇതല്ല ദുരിതം. ദുരിതം എന്താണ്? നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ, നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവിനെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ശക്തിയെ നമ്മൾ വേണ്ട വിധത്തിൽ, ഇതിൻ്റെ പേരാണ് ക്ഷുദ്രം, ഹൃദയ ദൗർബല്യം. ഗീതയിൽ 2-ാം അധ്യായം ഇതൊക്കെ പഠിക്കണം നിങ്ങൾ. അർജുനൻ ഇങ്ങനെ യുദ്ധക്കളത്തിൽ തളർന്നപ്പോൾ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ്, അർജുന, നീ തളർന്നതിന് കാരണം, മാനസികമായി നീ വളരെയധികം സമനില തെറ്റിയതിന് കാരണം, അസ്വസ്ഥതനായൊരു കാരണം, ദുഃഖിക്കുന്നതിന് കാരണം ക്ഷുദ്രം, ഹൃദയ ദൗർബല്യം. ബാക്കി ആർക്കാ പറയാൻ പറ്റുക? കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? ക്ഷുദ്രം, ഹൃദയ എത്രാമത്തെ ശ്ലോകം ഞാൻ പറയണമെന്ന് അറിയോ? ഗീതയിൽ 2-ാം അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. എത്രാമത്തെ ശ്ലോകം? ഇതൊക്കെ പഠിക്കൂ നിങ്ങൾ. ക്ഷുദ്രം, ഹൃദയ ദൗർബല്യം. എനിക്ക് കേൾക്കുന്നില്ല അമ്മ എന്താ പറയണതെന്ന്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠപരന്തപ. അർജുന, ഈ അവസ്ഥയിൽ നിന്നും നീ മാനസികമായി ഉയർന്നാൽ. അപ്പം എന്താ ഉയരുക എന്ന് പറഞ്ഞാൽ അതിന് പ്രയത്നം ചെയ്യണം, മെനക്കെടണം, പണിയെടുക്കണം. കാരണം മനസ്സ് വല്ലാത്തൊരു ദുർബലതയിൽ കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ, വിഷമാവസ്ഥയിൽ കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും മനസ്സിനെ ഉയർത്തിയെടുക്കാൻ ആർക്കും സാധ്യമല്ല. നേരെ മറിച്ച് നിരന്തരമായ ചില പരിശീലനങ്ങൾ ഉള്ളവർക്ക് മനസ്സിനെ എളുപ്പത്തിൽ ഉയർത്തിയെടുക്കാൻ സാധിക്കും. അപ്പം എന്തുകൊണ്ടാണെന്ന് ഹിന്ദുമതത്തിൽ ആത്മഹത്യ കൂടിയിട്ടുണ്ടാവുക? എന്താണ് നമ്മുടെ ഹിന്ദു സമൂഹത്തിനിടയിൽ ആത്മഹത്യകളൊക്കെ കൂടിയതിന് കാരണം? വിഷമങ്ങൾ ഉള്ളത് കൊണ്ടാണോ? ഉറക്കെ പറയൂ. ഇപ്പം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വിഷമങ്ങളാണോ ജീവിതം തകർക്കുന്നത്? എന്താണ് കാരണം? മനസ്സാണ് പ്രശ്നമുണ്ടാക്കുന്നത്. മനസ്സ് ചില വിഷമങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ്, അതിൽ നിന്നും പുറത്ത് കിടക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്ന്. അപ്പോൾ അതെന്തുകൊണ്ടാണ് പറ്റാത്തതിന് കാരണം? ഇപ്പം നേരത്തെ തന്നെ ആ മനസ്സിനെ ഉയർത്തേണ്ടതാണ് ജീവിതമെന്ന് അവരെ നമ്മളാരും പഠിപ്പിക്കുന്നില്ല. അപ്പം എന്തിനാണ് മനുഷ്യജീവിതം മനസ്സിനെ ഉയർത്താനുള്ളതാണ്. അങ്ങനെ ഉയർത്തിയില്ലെങ്കിലോ മനസ്സ് നമ്മളെ ഇഞ്ചിഞ്ചിഞ്ചിഞ്ചിഞ്ചായി തളർത്തിക്കളയും. മനസ്സിന് ഉയർത്തിയിട്ടില്ലെങ്കിൽ ആ മനസ്സ് നമ്മളെ പതുക്കെ നമ്മളറിയില്ല എന്തു ചെയ്യും? തളർത്തിക്കളയും. രാമായണത്തിൽ നല്ലൊരു ചിത്രം എഴുത്തച്ഛൻ വരച്ചു വെച്ചിട്ടുണ്ട്. അതായത് പാലക്കാട്, ഇത് പാടൂരാണോ പൂടൂരാണോ? ഈ സ്ഥലത്തിൻ്റെ പേര് പൂടൂർ എന്നാണ്. ഇനി അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയ ക്ഷമിച്ചേക്കണേ, മനഃപൂർവ്വം പറയുന്നതല്ല, ചിലപ്പോൾ അറിയാതെ നാക്ക് പഴിക്കും. പൂടൂര് അല്ലേ? പൂടൂരല്ലേ? പൂടൂര് ഒരിക്കൽ ഒരു പാമ്പ് ഒരു തവളയെ പിടിച്ചു. ആര് പിടിച്ചു? പാമ്പ് തവളയെ പിടിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ പാമ്പിന് പിടികിട്ടിയത് തവളയുടെ കാലുകളാണ്. അപ്പം ഈ തവള പാലക്കാട്ടുകാരിയാണ്. അപ്പോൾ ഈ പാമ്പ് നോക്കുമ്പോൾ ഈ തവളയുണ്ടല്ലോ, തവളയുടെ അടുത്ത് കൂടെ പോകുന്ന ഒരു പാറ്റയെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. തവളയുടെ കാല് മാത്രമാണ് പാമ്പിൻ്റെ വായിൽ. അപ്പോൾ തവളയുടെ നാക്കിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്?
പാലക്കാടായതുകൊണ്ടല്ല, പൊതുവെ എല്ലാ തവളകൾക്കും. ഇനിയിപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, പാലക്കാടുള്ള തവളകൾക്കൊക്കെ നാക്കിന് നല്ല നീട്ടമുണ്ടോ എന്നുള്ളത്. അങ്ങനെയല്ല, പൊതുവെ തവളയ്ക്ക് നാക്ക് നല്ലവണ്ണം നീട്ടാൻ പറ്റും. അങ്ങനെ തവള നാക്ക് നീട്ടി അതിൻ്റെ മുന്നിലൂടെ പറക്കുന്ന ഒരു പാറ്റയെ പിടിക്കുകയാണ്. അപ്പോൾ പാമ്പിന് ചിരി വന്നു. എന്താണെന്ന് വെച്ചാൽ ഇവൻ തന്നെ എൻ്റെ വായിപ്പെട്ടിരിക്കുകയാണ്, എന്നിട്ടും അപ്പുറത്തു കൂടെ പോകുന്ന പാറ്റയെ തിന്നാനാണ് അതിന് കൊതിയിരിക്കുന്നതെന്ന്. അല്ലേ? ആണോ? ഇതുപോലെ നമ്മളെ പിടിച്ചു വിഴുങ്ങുന്നൊരു പാമ്പുണ്ട്. അതാണ് ദുർബലത, അതാണ് വാസന, അതാണ് മായ. ഈ സാധനത്തിൻ്റെ വായിൽ പെട്ടിരിക്കുകയാണ് നമ്മുടെ കാലുകളെന്ന്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സെന്ന് നമ്മളിൽ പലരും അവർക്ക് പറയൂ അറിയുന്നേയില്ല. ഇപ്പം ഞാൻ സുരക്ഷിതമാണെന്ന് തവള വിചാരിക്കുക, പാമ്പിൻ്റെ വായിലാണെന്ന് ആരറിയുന്നില്ല. കാരണം പാലക്കാട്ടുകാരായതുകൊണ്ട് അത്ര ഉറപ്പാണ് ഞാൻ സുഖമായിട്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് മുന്നിൽ കൂടെ പോകുന്ന പാറ്റയെ കണ്ടപ്പോൾ കൊതിയൂടെ ഇങ്ങനെ നുണഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാടിക്കേറി പിടിക്കുന്നതും അതിനെ കഴിക്കുന്നതും. ആ എന്താ പറയുക, ഇരയെ വിഴുങ്ങുമ്പോഴേക്കും പാമ്പ് തവളയെ വിഴുങ്ങി. പാമ്പിനൊരു പ്രത്യേകമുണ്ട്, നമ്മൾ ഊണ് കഴിക്കുന്ന പോലെയല്ല പാമ്പ് കഴിക്കുക. ആണോ? ഇതാ അങ്ങനെ പറഞ്ഞത്. നമ്മളാണെങ്കിൽ ഭക്ഷണം എന്തു ചെയ്യും? വേഗം വാരി കഴിക്കും. പാമ്പാണെങ്കിലോ കണ്ടില്ലേ, പാമ്പ് എങ്ങനെ ഇരയെ വിഴുങ്ങ? ഒറ്റയടിക്ക് വിഴുങ്ങോ? ഇല്ല. എങ്ങനെയാണ്? പതുക്കെ വിഴുങ്ങണം. ഇതുപോലെയാണ് മനസ്സിനെ ദുരിതങ്ങൾ ഒറ്റയടിക്ക് വിഴുങ്ങില്ല. അതിൻ്റെ പേരാണ് ഡിപ്രഷൻ എന്ന്. അതുകൊണ്ട് ഈ ഡിപ്രഷൻ വരുന്നത് ആർക്കും കണ്ടുപിടിക്കാൻ അവർക്ക് പറയൂ സാധ്യമല്ല. കാരണം അത് പതുക്കെ സ്ലോ ആൻഡ് സ്റ്റഡി പോയിസണാണ്. അല്ലേ? ശരിയല്ലത്? മനസ്സിൽ ഡിപ്രഷൻ വരുന്നത് ഒരിക്കലും ഈ പ്രത്യേകിച്ച് റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്നവർക്ക് ഡിപ്രഷൻ വരും. എന്താ ഡിപ്രഷന് കാരണം? ഒന്നും ചെയ്യാനില്ല, ഇനി ഒന്നും ചെയ്യാനില്ല, ഈ ചിന്ത പതുക്കെ മനസ്സിനെ തളർത്തിക്കളയും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിനെ വിഴുങ്ങുന്ന ഒരു പാമ്പുണ്ട്. ഏതാ പാമ്പ്? പാമ്പെന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമുണ്ടേ. വൈകുന്നേരങ്ങളിലൊക്കെ പാമ്പ് കൂടുതലാണ്. മനസ്സിലായില്ലേ? വെള്ളമടിച്ച് റോഡ് കിടക്കുന്നവന് എന്ത് പറയും? പ്രത്യേകിച്ച് നിങ്ങളുടെ പാലക്കാടാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് സപ്ലൈ ചെയ്യുന്ന നാടും കൂടിയാണ്. ഇല്ലേ? കേരളത്തിലേക്ക് മുഴുവൻ പോകുന്ന കള്ള് എവിടുന്നാണ് പോകുന്നത്? നിങ്ങൾ രാവിലെ ഒരു 5 മണിക്ക് 4:30-5 മണിക്ക് നിങ്ങൾ ആ കഞ്ചിക്കോട് ഭാഗത്ത് പോയി നിൽക്കുക. കഞ്ചിക്കോട് ഭാഗത്ത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച കാണാൻ പറ്റും. എന്താ അറിയോ? തുരുതുരാ വണ്ടികൾ ഒന്നിൻ്റെ പുറകിൽ. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ റോക്കറ്റ് വിക്ഷേപിക്കാൻ പോവുകയാണെന്ന്. 2 ഡ്രം ഉണ്ടാവും ജീപ്പിൻ്റെ പുറകിൽ. അതിൽ 2 ഡ്രമ്മിൻ്റെ മുകളിൽ എന്താ വെച്ചിട്ടുണ്ടാവുക? കണ്ടില്ലേ നിങ്ങളാരും ഈ കാഴ്ച? നിങ്ങളെന്താ പിന്നെ അത്ഭുതത്തോടെ എന്നെ നോക്കണത്? ഡ്രമ്മിൻ്റെ മുകളിൽ എന്ത് വെച്ചിട്ടുണ്ടാവും? 2 വലിയ പൈപ്പ് വെച്ചിട്ടുണ്ടാവും. അല്ലേ? PVC പൈപ്പ് വെച്ചിട്ടുണ്ടാവില്ലേ? നമ്മൾ വിചാരിക്കും ഇതെന്താ റോക്കറ്റ് വിടാൻ പോവുകയാണ് ലെറ്റകളെന്ന്. ഇതിങ്ങനെ 1, 2 ഞാൻ എണ്ണി നോക്കിയപ്പോൾ ഒരു ദിവസം 200 വണ്ടി. ഇത്രയും ദൈവമേ, ഈ കറവ് തരുന്ന പശുക്കളെന്ന് പറഞ്ഞ പോലെ കള്ള് തരുന്ന തെങ്ങ് ഇവിടെ ഉണ്ടോ എന്നുള്ളത്. എന്നിട്ട് ഈ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന എന്താ പറയുക, തമിഴ്നാട്ടിലേക്ക് ചക്ക ഇവിടുന്ന് അങ്ങോട്ടും പോകുന്നത് കാണാം. അപ്പം നല്ലൊരു കാര്യമാണ് പാലക്കാട് ചെയ്യുന്നത്. കള്ളിങ്ങോട്ടും. ആരോ പറഞ്ഞു ചക്ക കഴിച്ചാൽ ക്യാൻസർ വരില്ല എന്ന്. കള്ള് കഴിച്ചാൽ എന്താ വരിക എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഔഷധമുള്ള കള്ളിങ്ങോട്ടും ക്യാൻസർ മാറ്റാൻ പറ്റുന്ന ചക്ക അങ്ങോട്ടും പോകുന്നതിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു നാടുകൂടിയാണ് പാലക്കാട്. ആണോ അല്ലേ? കണ്ടിട്ടുണ്ടോ ഈ കാഴ്ച? കണ്ടിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു വരുന്നത് രാത്രി 2 അടിച്ച് കിടക്കുന്ന പാമ്പല്ല. അപ്പം മനസ്സിനെ പതുക്കെ വിഴുങ്ങുന്നൊരു പാമ്പുണ്ട്. ഈ പാമ്പിൻ്റെ പേരാണ് വാസനകൾ അല്ലെങ്കിൽ ദുർബലത. ഈ ദുർബലത നമ്മളെ വിഴുങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം?
ഉദ്ധരേത് ആത്മനാത്മാനം. എന്തു ചെയ്യണം? മനസ്സിനെ ഉയർത്തിക്കൊള്ളണം. നിരന്തരമായ ചില അനുഷ്ഠാനങ്ങൾ കൊണ്ട് നടന്നാൽ അങ്ങനെയുള്ളൊരു മനസ്സിനെ തളർത്താൻ ഒരു ദുർബലതയ്ക്കും സാധ്യമല്ല. ഇത് തെളിയിച്ച വ്യക്തിയാണ് ഭീഷ്മ പിതാമഹൻ. ആരാണ്? നമ്മളിനി ആ കഥയിലേക്കാണ് കടക്കുന്നത്.